ഇന്നൊരു പച്ചടി റെസിപ്പി ആയാലോ? വായോ. ഒരു കഷ്ണം വെള്ളരി കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു പാനിൽ കുറച്ച് വെള്ളവും ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് കടുകെടുത്ത് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 പിടി തേങ്ങ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് അരച്ചിട്ട് വരാം. ഇനി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഈ അരച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ അരഞ്ഞിരുന്നാലേ പച്ചടിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നേരത്തെ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ അല്പം തൈര് എടുക്കാം. ഞാനിവിടെ യോഗട്ടാണ് എടുത്തിരിക്കുന്നത്, കട്ടത്തൈര്. അപ്പോൾ അതും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തൈര് തിളച്ച് പോകാൻ പാടില്ല. തൈര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. തൈര് ഒഴിച്ചതിന് ശേഷം പച്ചടിയുടെ ഈ കൂട്ട് ഒന്ന് ചൂടായി വരേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പസമയം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വറവിട്ട ശേഷം പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറവ് ഒഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ നമുക്കൊരു മൂടി കൊണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോഴാണ് ആ വറവിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ പച്ചടിയിലേക്കും അതുപോലുള്ള കറികളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പച്ചടി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്